നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ലെസനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി 6ാം ക്ലാസ്സിൽ ഒരു ലെസണും പഠിച്ചു കഴിഞ്ഞു, 2 ലെസണും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ 3ാമത്തെ ലെസണിലോട്ട് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളൊന്നും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും SCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റായിട്ട് എൻഡ് സ്ക്രീനിൽ നമ്മൾ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേലിസ്റ്റിലേക്ക് പോകും. അപ്പോൾ കൂട്ടുകാർക്ക് ആ ക്ലാസ് എല്ലാം കണ്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ LPയും അതുപോലെ തന്നെ UPയും അതുപോലെ തന്നെ KTET PSC എക്സാമുകൾക്കൊക്കെ ഒരുങ്ങുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 3ാമത്തെ ലെസനാണ്. നമ്മുടെ ലെസൻ്റെ പേരാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. പൂവിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 11 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ അണ്ഡാശയം നോക്കിക്കേ. ആ ചിത്രത്തിൽ 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അണ്ഡാശയം എവിടെയാണെന്ന് കണ്ടല്ലോ. ആ കുരുകുരു പോലെ ഇരിക്കുന്നതാണ് അണ്ഡാശയം. ജനിതണ്ട്, പരാഗണസ്ഥലം, ജനിപുടം, പരാഗി, തന്തുകം, കേസരപുടം, ദളങ്ങൾ, വിദളങ്ങൾ, ഒവ്യൂൾ, പുഷ്പാസനം. 11 ഉണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. അണ്ഡാശയം, ജനിതണ്ട്, പരാഗണസ്ഥലം, ജനിപുടം, പരാഗി, തന്തുകം, കേസരപുടം, ദളങ്ങൾ, വിദളങ്ങൾ, ഒവ്യൂൾ, പുഷ്പാസനം. അപ്പോൾ ഇത്രയുമാണ് പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഇനി അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കേസരപുടം എന്താണ്? ജനിപുടം എന്താണ്? അപ്പോൾ എന്താണ് ഈ കേസരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേസരപുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിലെ ആൺ ലിംഗാവയവമാണ് എന്ത്? കേസരപുടം. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, കണ്ടല്ലോ. കേസരപുടം ഇതാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചേർന്നതാണ്? പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. എന്താണ്? പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. അങ്ങനെയെങ്കിൽ ജനിപുടം എന്തായിരിക്കും? പൂവിലെ പെൺ ലിംഗാവയവമാണ് എന്ത്? ജനിപുടം. ഇനി ജനിപുടത്തിൽ എന്തൊക്കെ ചേർന്നതാണ്? ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം. 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് എന്ത്? ജനിപുടം. ഇനി പുഷ്പാസനം എന്താണ്? പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് എന്ത്? പുഷ്പാസനം. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ആരാണ്? പുഷ്പാസനം. ദളം അടുത്തതാണ്. ദളം എന്താണ്? പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. ദളം എന്താണ്? പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ആരാണ്? ദളമാണ്. പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നതാണ് ഏത്? പൂഞ്ഞെട്ട്. അടുത്തത് വിദളം എന്താണ്? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. വിദളത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞ ശേഷമോ ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ്വിലിംഗ പുഷ്പവും അതുപോലെ തന്നെ ഏകലിംഗ പുഷ്പവും എന്താണെന്നാണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ എന്തായിരിക്കും ഏകലിംഗ പുഷ്പം അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നു. ആൺപൂക്കളും പെൺപൂക്കളും വേറെ പൂക്കളായിട്ട് 2 പൂക്കളായിട്ട് നിൽക്കുന്നു. അതാണ് എന്ത്? ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നത്. ഇനി കേസരപുടം മാത്രമുള്ള പൂക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ആൺപൂക്കളെന്നും ജനിപുടം മാത്രമുള്ള പൂക്കളെ പെൺപൂക്കളെന്നും പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം കേട്ടോ. കാരണം എക്സാമിന് ചോദിക്കാം ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണങ്ങൾ ഏത്, അല്ലെങ്കിൽ കുറേ ഉദാഹരണം തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഏകലിംഗ പുഷ്പം എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെയായിരിക്കാം ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം? മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്. ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ഏകലിംഗ പുഷ്പത്തിനുള്ള ഉദാഹരണമാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. പാവലിൻ്റെ പൂക്കളാണ് കാണിച്ചിരിക്കുന്നത്. പെൺപൂവ് ഏതാണെന്ന് മനസ്സിലായോ? കണ്ടോ, നമ്മുടെ ആ പൂവ് വിരിഞ്ഞ് കഴിയുമ്പോൾ പൂവിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പാവയ്ക്ക കാണും.
അതാണ് പെൺപൂവ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? ജനിപുടം എന്ന് പറയാം. ഇനി ആൺപൂവോ? ആൺപൂവ് സാധാരണ കുഞ്ഞു പൂവ് പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, അതിൻ്റെ താഴെ എന്തുണ്ടാവില്ല? കുഞ്ഞിപ്പാവയ്ക്ക ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആൺപൂവ്. അതിനെന്താണുള്ളത്? ആൺപൂവിന് കേസരപുടമാണ് ഉള്ളത്. ഇനി തൊട്ടിപ്പുറത്തൊരു മത്തയുടെ പൂവും കാണിച്ചിട്ടുണ്ട്. മത്തയുടെ പൂവ് കണ്ടല്ലോ, പെൺപൂവും ആൺപൂവും. മത്തപ്പൂവിൻ്റെ തൊട്ട് കുഞ്ഞു താഴെയായിട്ട് പൂവിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു മത്തങ്ങ കാണും, അതാണ് പെൺപൂവ്. അങ്ങനെ ഇല്ലാതെ സാധാ പൂവ് മാത്രമായിട്ട് നിൽക്കുന്നത് ആൺപൂവ്. ഓക്കെ, അപ്പോൾ ഏകലിംഗ പുഷ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദ്വിലിംഗ പുഷ്പം എന്താണെന്ന്. എങ്ങനെയായിരിക്കും ഇപ്പോൾ ദ്വിലിംഗ പുഷ്പത്തിൽ? ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണും. എങ്ങനെയാണ്? ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നതാണ് ദ്വിലിംഗ പുഷ്പം, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? അരളി, ചെമ്പരത്തി, ശംഖുപുഷ്പം. ഇതെല്ലാം എന്താണ്? ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മുടെ സസ്യങ്ങളിൽ എന്തുണ്ട്? ആൺമരവുമുണ്ട്, പെൺമരമുണ്ട്. നമ്മുടെ വീട്ടിൽ ജാതിമരം നട്ടാൽ നമ്മളിപ്പം 2 ജാതിക്ക നടുമ്പോൾ നമ്മൾ 2 കായ ഒന്നിച്ച് നടാറുണ്ടല്ലേ, മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കായ നടും. അടുപ്പിച്ചെന്ന് വെച്ചാൽ ചേർത്തല്ല, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നടും. നട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് വളർന്നു വരുന്ന കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആൺമരം എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ പെൺപൂക്കൾ മാത്രം ഉണ്ടാവുള്ളൂ, അതിന് നമ്മൾ എന്ത് പറയും? പെൺമരം എന്ന് പറയും. അപ്പോൾ ആൺമരമാണെങ്കിൽ ജാതി എന്ത് ചെയ്യും? നമ്മൾ അതിനെ വെട്ടിക്കളയും. അപ്പം സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. അതിന് ഉദാഹരണം ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? ജാതി. പിന്നെയുള്ളത് കൊടപ്പനയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് പ്രത്യുൽപാദനം അഥവാ റിപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് വേണ്ടി പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏത്? പ്രത്യുൽപാദനം അഥവാ റിപ്രൊഡക്ഷൻ. സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പൂക്കളാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, LPക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നത് ഡാഷ് ആണ്. ആരാണ്? പൂക്കളാണ്. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറയാം. എന്താണ് പരാഗണം? പരാഗിയിൽ നിന്നും പരാഗണ രേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? പരാഗണം അഥവാ പോളിനേഷൻ എന്ന് പറയാം. ഇനി പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് പറയാം? ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം. ഇനി ആരൊക്കെയായിരിക്കാം ഈ പോളിനേഷൻ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ്, പരാഗകാരികൾ, നമ്മുടെ പരാഗണത്തിന് സഹായിക്കുന്ന ആരൊക്കെയായിരിക്കാം? പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗകാരികൾ. ആരൊക്കെയായിരിക്കും പരാഗകാരികൾ? നിശാശലഭം, തേനീച്ച, പൂമ്പാറ്റ, കിളികൾ, ജലം, കാറ്റ് എന്നിവയാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ് അഥവാ പരാഗകാരികൾ. ഇനി എങ്ങനെയാണ് ഈ പരാഗണം നടക്കുന്നത്? നിശാശലഭം അല്ലെങ്കിൽ തേനീച്ച അല്ലെങ്കിൽ വണ്ട് ഇതൊക്കെ എന്ത് പറ്റും? ഇവര് പറന്ന് വന്ന് ആ പൂവിൽ വന്ന് തേൻ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ കാലിൽ എന്ത് പറ്റും? പൂമ്പൊടി പറ്റും. ഈ പൂമ്പൊടിയും കൊണ്ട് അവരെന്ത് ചെയ്യും? അടുത്ത പൂവിൽ വന്നിരിക്കുമ്പോൾ ആ പൂവിലേക്ക്, ഇപ്പം അവർ ആൺപൂവിലിരുന്ന് തേൻ കുടിച്ചിട്ട് ആ ഒരു പൂവിൽ നിന്ന് അവരുടെ കാലിൽ അയക്കുന്ന പൂമ്പൊടിയും കൊണ്ട് അവരെവിടെ പോയിരിക്കും? പെൺപൂവിൽ പോയിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? പരാഗണം നടക്കുന്നത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും പരാഗണം നടത്താം അല്ലേ? അത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന്. ഓക്കെ, അപ്പോൾ പരാഗകാരികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് എന്ത് വഴിയാണ്? കാറ്റ് വഴി. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് പരാഗണം നടക്കുന്നതെന്ന് ഓർത്തിരിക്കണം. കാറ്റ് വഴി എങ്ങനെയാണ്? ജലത്തിലൂടെ എങ്ങനെയാണ്? ഈച്ച വഴി പരാഗണം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പം കാറ്റ് വഴി പരാഗണം നടക്കുന്നത് ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇനി ജലത്തിലൂടെ പരാഗണം നടക്കുന്നത് ഏതാണ്? കുരുമുളക് ചെടി. ഏതാണ്? കുരുമുളക്. ഈച്ച വഴിയോ? ചേന, ചേമ്പ്. ഏതാണ്?
ചേന, ചേമ്പ്. എങ്ങനെയായിരിക്കും ഈച്ച അതിനകത്ത് പരാഗണം നടത്തുന്നത്? ചേനപ്പൂവിൻ്റെ ദുർഗന്ധമാണ് ഈച്ചയെ ആകർഷിക്കുന്നത്. എന്താണ്? ചേനപ്പൂവിൻ്റെ ദുർഗന്ധമാണ് ഈച്ചകളെ ആകർഷിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കിക്കേ. പൂമ്പൊടി മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. സെൽഫ് പോളിനേഷൻ, സ്വപരാഗണവും പരപരാഗണവും കാണിച്ചിരിക്കുന്നത്, ക്രോസ് പോളിനേഷനും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പരപരാഗണം നടക്കുന്നത് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് വണ്ടിൽ നിന്ന്, ഇപ്പോൾ വണ്ട് വന്ന് തേൻ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിൻ്റെ കാലിൽ എന്താവുന്നുണ്ട്? പൂമ്പൊടി ആവുന്നുണ്ട്. എന്നിട്ട് ആ പ്ലാന്റിന് തന്നെ അടുത്ത പൂവിൽ പോയിരിക്കും. അപ്പോൾ ഈ കാലിൽ അയക്കണ പൂമ്പൊടി എവിടെയാവും? ആ പൂവിലാവും. അങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത്. ഇതാണ് ക്രോസ് പോളിനേഷൻ. കണ്ടോ? ആ ഒരു ഞാൻ പറഞ്ഞ ആ കാര്യമാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലഘു ഫലങ്ങൾ എന്താണ്? സിമ്പിൾ ഫ്രൂട്ട്സ്, പുഞ്ചഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ്? ലഘുഫലങ്ങൾ, അതുപോലെ തന്നെ പുഞ്ചഫലങ്ങൾ, അതുപോലെ തന്നെ കപടഫലങ്ങൾ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ലഘു ഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ്. എന്താണ്? ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഫലത്തെ നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഫ്രൂട്ട് അഥവാ ലഘുഫലങ്ങൾ എന്ന് പറയാം. ഒരു പൂവിൽ നിന്നും ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഫലങ്ങളെയാണ് നമ്മൾ ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? മാങ്ങ, തക്കാളി. അടുത്തത് പുഞ്ചഫലം, അഗ്രിഗേറ്റ് ഫ്രൂട്ട്. എന്തായിരിക്കും പുഞ്ചഫലം? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെയാണ് നമ്മൾ പുഞ്ചഫലം എന്ന് പറയുന്നത്. ഒരു പൂവിൽ നിന്നും ഒന്നിലധികം ഫലമുണ്ടാകുന്നു, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പുഞ്ചഫലം എന്ന് പറയാം. ഉദാഹരണം സീതപ്പഴം, ബ്ലാക്ക്ബെറി. അടുത്തത് സംയുക്ത ഫലങ്ങൾ, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാകുകയും ചിലത് ആകാതിരിക്കുകയും ശേഷം ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥ. എന്താണ്? ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാകുകയും ചിലത് ആകാതിരിക്കുകയും ശേഷം ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? സംയുക്ത ഫലങ്ങൾ. ഉദാഹരണം ഏതാണ്? ചക്ക, പൈനാപ്പിൾ. അടുത്തതാണ് കപടഫലങ്ങൾ, ഫോൾസ് ഫ്രൂട്ട്. എന്താണ് കപടഫലങ്ങൾ? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. എങ്ങനെ? ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ടും പുഷ്പാസനവും തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. അത്തരത്തിലുള്ള ഫ്രൂട്ടാണ് ഏത്? കപടഫലങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് കശുമാങ്ങ, ആപ്പിൾ. ഏതാണ് ഉദാഹരണം? കശുമാങ്ങ, ആപ്പിൾ. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്താണ് കൃത്രിമ പരാഗണം? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കുന്ന രീതിയാണ് ഏത്? കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. എന്താണ്? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതയ്ക്കുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അഥവാ കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനമാണ് മെലിപ്പോണ. എന്താണ് മെലിപ്പോണ? മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചകളുടെ ഇനമാണ് മെലിപ്പോണ. ഇനി ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഒരു കുമ്പളത്തിൻ്റെ ചിത്രമാണ്. കുമ്പളപ്പൂവിൻ്റെയും കുമ്പളത്തിൻ്റെയും ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കുമ്പളപ്പൂവിൽ നോക്കിക്കേ ഒവ്യൂള് കാണിച്ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അണ്ടാശയവും കാണിച്ചിട്ടുണ്ട്. ഇനി കുമ്പളത്തിൽ വിത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വിത്തും ഫലവും എന്താണെന്ന്. ഇനി ബീജസങ്കലന ശേഷം
പൊതുവെ എന്താണ് സംഭവിക്കുക? ബീജസങ്കലനത്തിന് ശേഷം പൊതുവെ പൂവിതൾ, അതുപോലെ തന്നെ കേസരപുടം എന്നിവ കൊഴിഞ്ഞു പോകുന്നു. പൂഞ്ഞെട്ടും പുഷ്പാസനവും വിതളവും എന്നിവ കൂടുതൽ ഉറപ്പുള്ളതാണ്. പൂവിനെ താങ്ങി നിർത്താനുള്ളതാണ് ഏത്? പുഷ്പാസനവും പൂഞ്ഞെട്ടും വിതളും ഒക്കെ. അപ്പം അത് എന്തായിരിക്കും? കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരികയും പൂവിതളും കേസരപുടവും എന്ത് സംഭവിക്കുന്നു? കൊഴിഞ്ഞ് പോകുന്നു. ഈ പഠിച്ചതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പം നോക്കിക്കേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്ന് രൂപപ്പെടുന്നത് എന്തായിരിക്കും? സങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്ന് രൂപപ്പെടുന്നത് എന്താണ്? ഫലമാണ്, അഥവാ ഫ്രൂട്ട്. ഓവ്യൂൾ വളർന്ന് രൂപപ്പെടുന്നത് വിത്ത്. നേരത്തെ നമ്മുടെ കുമ്പളപ്പൂവിൻ്റെ ചിത്രം ഒന്ന് എടുത്താൽ മതി. കുമ്പളപ്പൂവിൽ എന്തുണ്ടായിരുന്നു? അണ്ഡാശയം ഓവ്യൂളും ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ഡാശയം വളർന്ന് എന്തായിട്ട് മാറുന്നു? ഫലമായിട്ട് മാറും. ഒവ്യൂള് വളർന്ന് എന്തായിട്ട് മാറും? വിത്തായിട്ട് രൂപപ്പെടുന്നു. ഓക്കെ, ഇനി പൂവിലെ പൂമ്പൊടി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? പൂമ്പൊടിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? പരാഗരേണുക്കൾ. എന്താണ്? പൂമ്പൊടിനെ അറിയപ്പെടുന്ന, പൂവിലെ പൂമ്പൊടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പരാഗരേണുക്കൾ. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂൾ. ഏതൊക്കെയാണ്? പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂൾ. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പരാഗി തന്തുകം. ഏതാണ്? പരാഗി തന്തുകം. പൂവിൽ അണ്ഡം കാണപ്പെടുന്നത് എവിടെയായിരിക്കും? പൂവിൽ അണ്ഡം കാണപ്പെടുന്നത് അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. എവിടെയാണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് പൂവിലെ അണ്ഡം കാണപ്പെടുന്നത്. പൂവിൽ പുംബീജം കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുക്കളിൽ. പൂവിൽ പുംബീജം കാണപ്പെടുന്നത് പരാഗരേണുക്കളിൽ. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് എന്തായിരിക്കും? ഒരേ പൂവിൽ തന്നെ ദ്വിലിംഗ പുഷ്പം. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നത് ഏകലിംഗ പുഷ്പം. അടുത്ത ക്വസ്റ്റ്യൻ, കേസരപുടം മാത്രമുള്ള പൂക്കൾ. കേസരപുടം മാത്രമുള്ളത് ആൺപൂക്കൾ, ജനിപുടം മാത്രമുള്ളത് പെൺപൂക്കൾ. ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഇനി പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പരാഗണം. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പരാഗകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജന്റ്. പരാഗകാരികൾക്ക് ഉദാഹരണം ഏതാണ്? പരാഗകാരികൾക്ക് ഉദാഹരണം ജലം, നിശാശലഭം, കാറ്റ്, തേനീച്ച, പൂമ്പാറ്റ. നെല്ല്, ഗോതമ്പം, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് എന്താണെന്ന്? പരാഗണം നടത്തുന്നത് എങ്ങനെയാ? കാറ്റ് മുഖാന്തരം. കുരുമുളക് ചെടിയിൽ പരാഗണം നടക്കുന്നത് ജലത്തിലൂടെ അല്ലെങ്കിൽ മഞ്ഞുതുള്ളി വഴി. ചേന, ചേമ്പ് ഇവയിലോ? ഈച്ച വഴി. അപ്പം ഇത്രയുമാണ് ഈ ഒരു ലെസണിലുള്ളത്. ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വെച്ച കൂട്ടുകാർക്ക് എക്സാമിന് പോകുമ്പോൾ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.